വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞില്ലാത്ത വിഷമം അനുഭവിച്ചവരായിരുന്നു നോർമാൻഡിയിൽ സ്ഥിരതാമസമാക്കിയ ഭാര്യാഭർത്താക്കന്മാരായ ലൂയിസും ക്ലെയറും. ലൂയിസ് ഒരു ചൈൽഡ് സൈക്കാട്രിസ്റ്റും ക്ലെയർ ഒരു ആർക്കിടെക്റ്റുമായിരുന്നു. നിരവധി തവണ ഗർഭം അലസിപ്പോയതിനാൽ തന്നെ ഇവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയത്. അങ്ങനെയിരിക്കെയാണ് ക്ലെയർ വീണ്ടും ഗർഭം ധരിക്കുന്നത്. സ്കാനിങ്ങിൽ അവർക്ക് പിറക്കാൻ പോകുന്നത് ഇരട്ടക്കുട്ടികളാണെന്ന വിവരമറിഞ്ഞ നിമിഷം അവർ വലിയ രീതിയിൽ സന്തോഷിച്ചു. എന്നാൽ ഉടൻ തന്നെ സന്തോഷം ദുഃഖമായി മാറി. മുമ്പുള്ള അനുഭവം തന്നെയാണ് അതിന് പിന്നിൽ. എന്നിരുന്നാലും വർഷങ്ങളായുള്ള അവരുടെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും അവർക്ക് സ്വർഗത്തിൽ നിന്നും ദൈവം നൽകിയ സമ്മാനമായിട്ടായിരുന്നു ഈ സംഭവത്തെ അവർ നോക്കിക്കണ്ടത്. അങ്ങനെ ആ ദിനം വന്നെത്തി. അവർ വിശ്വസിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അത് സ്വർഗത്തിൽ നിന്നുള്ള സമ്മാനം തന്നെയായിരുന്നു. ക്ലെയർ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി. പൂർണ്ണ ആരോഗ്യവാന്മാരായ ആൺകുഞ്ഞുങ്ങൾ. ലൂയിസും ക്ലെയറും അവർക്ക് ഹെൻറി, ജോർജസ് എന്ന പേരുകൾ നൽകി. അവിടം കൊണ്ടൊന്നും ട്വിസ്റ്റ് അവസാനിച്ചില്ല എന്ന് വേണം പറയാൻ. ജോൺസിനും ജോർജസിനും 8 മാസം പ്രായമുള്ളപ്പോൾ ക്ലെയർ വീണ്ടും ഗർഭം ധരിച്ചു. സ്കാനിംഗ് റിപ്പോർട്ട് കണ്ട് വീണ്ടും അവർ അത്ഭുതപ്പെട്ടു. വീണ്ടും ഇരട്ട കുഞ്ഞുങ്ങൾ. എന്നാൽ ഇത്തവണ അവർ ഭയപ്പെട്ടില്ല. കാരണം കഴിഞ്ഞ തവണത്തെ പോലെ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ ഡോക്ടർമാർ ഇത് വളരെ റിസ്ക് ആണെന്നും കുഞ്ഞ് മാസം തികയാതെ പിറക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടർമാരുടെ ആശങ്കകളെ കാറ്റിൽ പറത്തി ക്ലെയർ പൂർണ്ണ ആരോഗ്യവാന്മാരായ ആ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ലൂയിസും ക്ലെയറും അവർക്ക് അഗസ്റ്റിൻ, ജോസഫ് എന്ന പേരുകൾ നൽകി. പിന്നീടുള്ള അവരുടെ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നിസ്സാര ജോലി ആയിരുന്നില്ല. 4 കുഞ്ഞുങ്ങളാണ് വളർന്നു വരുന്നത്. അവർക്ക് വേണ്ടി പലതും ഈ മാതാപിതാക്കൾ ത്യജിച്ചു. വലിയ പ്രൊമോഷനുകൾ വേണ്ടെന്ന് വെച്ച് അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തുന്നതിന് മുൻതൂക്കം നൽകി. തുടക്കത്തിൽ അവർക്ക് മാനുഷികമായി ചിന്തിച്ചപ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ദൈവികമായി ചിന്തിച്ചപ്പോൾ അവർ ഇതെല്ലാം ഒരു അനുഗ്രഹമായി കണ്ടു. അന്നൊരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച അവർ ഇന്ന് ഡബിൾ ഹാപ്പിയാണ്.